ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചെമ്മങ്കടവ് നായർതൊടി എന്ന് പറഞ്ഞ അവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പൊ അവിടെ നാളെ നല്ല അടിപൊളി ഉത്സവം നടക്കുകയാണ്. അപ്പൊ ആ ഉത്സവത്തിന് ഞങ്ങളും അതിൽ ഭാഗഭാക്കാക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു നമ്മളുടെ ഒരു കട ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല എണ്ണക്കടികളോ ഫുഡോ ഒക്കെ കഴിക്കാനായിട്ടൊക്കെ നിങ്ങൾ നാളെ ഇങ്ങ് പോരണം. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഗാനമേളയും കാര്യങ്ങളും ഒക്കെ നാളെ വൈകുന്നേരം ഉണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും, നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ ഉത്സവം ഒന്ന് കളർഫുൾ ആക്കണം. കാരണം ഇവിടെ എല്ലാവരും വരണം കേട്ടോ. നാളെ ഉച്ച മുതൽ, അതായത് ഒരു 3 മണിക്ക് ശേഷം ഇവിടെ ആളുകൾ വന്നു തുടങ്ങും. വലിയ ഒരു ഉത്സവമാണ് ഇവിടെ ജനാവലി നിറയും. രാത്രിയായി കഴിയുമ്പോൾ ഇവിടെ വലിയ 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 ജനക്കൂട്ടം നിറയും. നല്ല പ്രോഗ്രാംസുകളുണ്ട്. പിന്നെ നല്ല അമ്പലത്തിലെ നല്ല നല്ല പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പ്രാർത്ഥനകളും കാര്യങ്ങളും അങ്ങനെയുള്ള ദീപാരാധന അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും സഹകരിക്കണം. എല്ലാവരും ഇത് ഒരു അറിയിപ്പായി സ്വീകരിക്കണം. എല്ലാവരും വന്ന് സഹകരിക്കുക. അപ്പോ മണിച്ചേട്ടാ, നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പേര് ഭഗവതി അല്ലെ, നായർതൊടി ഭഗവതി ക്ഷേത്രമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ആൾക്കാർ തലേദിവസം തന്നെ കണ്ടോ, എല്ലാവരും ആക്റ്റീവായിട്ട് ഇവിടെ നല്ല കച്ചവടക്കാരും ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ അതുപോലെ തന്നെ നല്ല കുറെ കച്ചവടക്കാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും വരാനുണ്ട്, ഇനിയും കടകളൊക്കെ വരാനുണ്ട്. അതുപോലെ ഇനി എന്താണ് കുറെ ടോയ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ എന്താണ് ഇവിടെ നാളെ പരിപാടിക്ക് മുന്നോടിയായിട്ട് ഇവിടെ അതിന്റെ മുന്നൊരുക്കമായിട്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാം, പ്രാദേശികമായിട്ടുള്ള എല്ലാ കലാപരിപാടികളുണ്ട്. ഇവിടെ 50 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളുടെ കലാപരിപാടികളും. അതാണ് കേട്ടോ. അതായത് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള എല്ലാ ആൾക്കാരുടെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൂടാതെ അതിമനോഹരമായ കലാഭവൻ അല്ലെ, ഒരു നല്ല ഗാനമേള, ഇവിടെ നല്ലൊരു സംഗീത വിരുന്ന്. ഇപ്പം സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഞാനും നിങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാ. അങ്ങനെയൊക്കെ ഉള്ളവർ നേരെ വെച്ച് പിടിച്ച് നാളെ ഇനി വരണം കേട്ടോ. നല്ല അടിപൊളി ഗാനമേളയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ആസ്വദിക്കാം. നാളത്തെ ഈവനിങ് നമുക്ക് കളർഫുള്ളാക്കാം. ഇവിടെ ഫുഡൊന്നും നിങ്ങൾ കൊണ്ടുവരേണ്ടതേ, ഇവിടെ എല്ലാം ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അപ്പൊ നേരെ ഇങ്ങ് പോരും. അപ്പോൾ നാളെയാണ് ഉത്സവം. അതിന്റെ തലേദിവസം വന്ന് ഞങ്ങൾ കടകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു കടയിടാൻ അവസരം തന്ന ഉത്സവ കമ്മിറ്റിക്ക് ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും മണിച്ചേട്ടനും ഞങ്ങൾ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നാളെ 3 മണിക്ക് ശേഷം ഇവിടെ വലിയ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പോൾ വലിയ ഒരു ജനാവലി ഇവിടെ അണിനിരക്കും. എല്ലാവരും വരിക, നമ്മുടെ കടയിലും വന്ന് കയറുക, സഹകരിക്കുക.